റഹ്മത്ത് എന്നാണ് പറയാ. ബന്ധം ചേർക്കുന്നതിന് അറബി ഭാഷയിൽ സിലത്തുർ റഹ്മ എന്നാണ് പറയാ. ഒക്കെ റാ ഹ മീം. ആ ഗർഭാശയത്തിൽ നിന്ന് നീ പുറത്തേക്ക് വന്നു, നീ വലിയ ആളായിപ്പോയി, നീ ആകാശം മുട്ടെ വളർന്നു, നീ വലിയ ബിരുദധാരിയായി, നീ വലിയ യോഗ്യനും ശമ്പളക്കാരനുമായി. അമ്മയെന്നും അമ്മ തന്നെ. വിദ്യാഭ്യാസം ഉണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ, ആ അമ്മയുടെ മുമ്പിൽ നീ ചെറുതാകുന്നതിന് പകരം നീ വലുതാകാൻ ശ്രമിച്ചു. കേരളത്തിലെ വൃദ്ധസദനങ്ങളിൽ കിടന്ന് മരിച്ച പ്രമുഖരുടെ പട്ടിക തയ്യാറാക്കണം. മുൻ MLA-മാർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, സിനിമാ നടീ നടന്മാർ വൃദ്ധസദനങ്ങളിൽ വെച്ച് അവർ മരണപ്പെടുന്നു. മക്കൾ നോക്കാൻ തയ്യാറല്ല, മക്കൾ അടുത്തു നോക്കുന്നില്ല. ഒരു മകൻ കാനഡയിൽ, ഒരു മകൻ ഗൾഫിൽ, ഒരു മകൻ വേറെ എവിടെയെങ്കിലും. അവനൊരാളെ കെട്ടി ഇവിടെ പോയി അച്ഛനും അമ്മയും മുഖത്തോട് മുഖം നോക്കിയിട്ട് വീട്ടിൽ. എനിക്ക് മനസ്സിലാക്കാനേ കഴിയില്ല. ഞാൻ ചോദിക്കും, നിങ്ങൾ എന്തിനാ മക്കളൊക്കെ അവിടെയും വിട്ടിട്ട്? നിങ്ങളെ നോക്കാൻ വേണ്ടി വരാൻ പറ മക്കളോട്. പ്രായമാകുമ്പോൾ ഉപകാരപ്പെടാത്ത മക്കളെ കൊണ്ട് എന്ത് പ്രയോജനം? അവരവിടെ ജീവിക്കുന്നു, ഇവരിവിടെ ജീവിക്കുന്നു. അവർക്ക് സമ്പത്താണ്, അവർക്ക് ആഘോഷമാണ്. തലോടാൻ ആളില്ലാത്ത ഒരു ജീവിതം. തലോടണം, എപ്പോഴും തലോടണം. മസീഹ് എന്നാണ് യേശുവിനെ വിളിക്കുന്നത്, അല്ലേ? മിശിഹ എന്ന് വിളിക്കുക എൻ്റെ ക്രൈസ്തവ സഹോദരങ്ങൾ. ഞാൻ എൻ്റെ സ്നേഹിതൻ ജോൺ സാമുവൽ ക്ഷണിച്ചിട്ട് അബുദാബിയിലെ ഒരു ചർച്ചിൽ വന്ന് പ്രസംഗിച്ചിരുന്നു. എൻ്റെ ആത്മമിത്രമായ ജോൺ സാമുവൽ. പല ചർച്ചിലും അമ്പലങ്ങളിലൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അതെന്റെ ജീവിതത്തിന്റെ ഒരു ദൗത്യത്തിന്റെ ഭാഗമാണ്. അബുദാബിയിൽ ആ ചർച്ചിൽ വന്നപ്പോഴാണ് എൻ്റെ ഒരു അനുഭവം ഞാൻ ആദ്യമായിട്ട് പങ്കുവെക്കുന്നത്. മിശിഹ എന്ന വാക്കിന് അതിന്റെ ഒറിജിനൽ ഭാഷയിലുള്ള അർത്ഥം തലോടുന്നവനെന്നാണെന്ന് ഞാൻ കണ്ടെത്തിയ ഉടനെയായിരുന്നു അബുദാബിയിൽ എൻ്റെ ആ പ്രസംഗം. അപ്പൊ അത് വായിച്ചപ്പോൾ ഞാൻ ധരിച്ചിരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ചെറുപ്പത്തിൽ അറബി ഭാഷ പഠിച്ചപ്പോ എൻ്റെ പിതാവായിരുന്നു എൻ്റെ ഗുരുനാഥൻ. അറബി, ഉറുദു, സംസ്കൃതം ഒക്കെ എൻ്റെ പിതാവാണ് ചെറുപ്പത്തിൽ പഠിപ്പിക്കുന്നത്. വീടായിരുന്നു എൻ്റെ ആദ്യത്തെ പാഠശാല. ശ്രീരാമചന്ദ്രന്റെയും സീതാദേവിയുടെയും കഥ ഞാൻ ആദ്യം വായിക്കുന്നത് എൻ്റെ വീട്ടിൽ നിന്നാണ്, സംസ്കൃത പുസ്തകത്തിൽ നിന്നാണ്. അതെന്റെ ഉപ്പയുടെ പുസ്തകമായിരുന്നു. അതിന്റെ നീല ചട്ടമേൽ ശ്രീരാമന്റെയും സീതാദേവിയുടെയും ചിത്രമുണ്ടായിരുന്നു. എന്റെ പിതാവ് സാത്വികനായിരുന്നു, നല്ലപോലെ പ്രാർത്ഥിക്കുമായിരുന്നു. പുണ്യ റസൂലിന്റെ സിഹാഹു സിത്തയിൽ 6 ഹദീസ് സമാഹാരങ്ങളിൽ വലിയ അവഗാഹമുണ്ടായിരുന്നു. സിഹാഹു സിത്ത പഠിക്കാൻ പണ്ഡിതന്മാർ ഞങ്ങളുടെ വീട്ടിൽ വരുമായിരുന്നു. അപ്പൊ ഞാൻ ചെറുപ്പത്തിൽ പഠിച്ചൊരു വാക്കുണ്ട് അറബിയിൽ, മസഹ, തലോടി. അറബിയിൽ ഖുർആനിൽ യേശുവിനെ മസീഹ്. അപ്പൊ അറബിയിലും തലോടുന്നവൻ, തലോടുക.